നമസ്കാരം, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ലെഗ് വർക്കൗട്ടുകളാണ്. അപ്പം ഇതിനകത്ത് ഞാൻ 6 എക്സസൈസുകളാണ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ട് എത്ര എണ്ണം ചെയ്യണം, എത്ര നമ്പർ ചെയ്യണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെയാണ് വർക്കൗട്ടുകളെന്നും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ എക്സസൈസുകൾ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. എല്ലാവരും അപ്പർ ബോഡിക്കാണ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നത്. ലോവർ ബോഡി എല്ലാവരും മറന്നു പോവുകയാണ് പതിവ്. പക്ഷെ ഒരിക്കലും അത് പാടില്ല. നമ്മുടെ ലെഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം. നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വെയിറ്റുകളൊന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് വെയിറ്റുകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഈ എക്സസൈസുകളിൽ നിങ്ങളെ കാലുകളെ സ്ട്രോങ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോ കൊടുക്കും. നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നോർമൽ സ്ക്വാട്ട് ആണ്. ഈ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കാലുകൾ വെക്കുക. ഇതേ കണക്ക്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ ചെയ്യാം. 1 2 3 4. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് 15 എണ്ണം വെച്ചിട്ട് 3 വട്ടം 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 15 റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതേ കണക്ക് ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ നട്ടല് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വളഞ്ഞ് ഇതേ കണക്കൊന്നും ചെയ്യരുത്. നട്ടല് നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. അപ്പം 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് അല്പം കൂടെ വൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതേപോലെ വൈഡ് ചെയ്ത് വെക്കുക. ഗോബ്ലറ്റ് സ്ക്വാട്ട് അല്ലെങ്കിൽ സുമോ സ്ക്വാട്ട് എന്നൊക്കെ പറയുന്ന എക്സസൈസ് ആണ്. നല്ല ഒരു വ്യായാമമാണ് നിങ്ങളുടെ കാലുകൾക്ക്. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ കണക്കകത്തി ഇതേപോലെ 1 2 3 4 ഇതേ കണക്ക് 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. അപ്പം ഇത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മുകളിലോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനൊക്കെ തന്നെ നട്ടല് വളയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ലഞ്ചസ് ആണ്. ഫ്രണ്ട് ലഞ്ചസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് മുമ്പോട്ട് വെക്കുക. മുമ്പോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ 1 2 3 4 ഒരു കാലിൽ 15 എണ്ണം ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അടുത്ത കാലിൽ ഇതേപോലെ ചെയ്യാം. 1 2 3 4. അപ്പം ഇത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇതേപോലെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട്. അപ്പം ഇത് നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സിനും നിങ്ങളുടെ തുടകളുടെ മസിൽസിനും ഒക്കെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം ഇതും നിങ്ങൾ 3 സെറ്റാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കാഫ് മസിൽസിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യാം. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ 1 2 3 4 5 6 7. അപ്പം ഇതേ കണക്ക് 25 എണ്ണം വെച്ചിട്ട് നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ അല്പം കൂട്ടിച്ചേരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിറ്റ് സൈഡിലോട്ട് ചേർന്ന് നിന്നിട്ട് ഇതേപോലെയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാഫ് മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കുന്ന നല്ല ഒരു എക്സസൈസ് ആണ് സ്റ്റാൻഡിങ് കാഫ് റൈസ്. നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാം. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കസേരയിലോ ഒരു ടീപ്പോയിലോ അല്പം ഉയരത്തിൽ ഇരിക്കാം. ഇരുന്നതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നമ്മുടെ 2 കൈകളും ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നതാണത് മുകളിലോട്ട് കാല് ഉയർത്തുക. 1 സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2 3 4 5. അപ്പം ഇതേപോലെ 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ടഫാക്കി അല്ലെങ്കിൽ ടൈറ്റ് ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിൽ ഒരു വെയിറ്റ്, ഒരു ഡമ്പൽ എടുത്ത് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതേ കണക്ക് ചെയ്യാൻ കുറെ കൂടെ എഫക്റ്റീവാണ്. നിങ്ങളുടെ കാലുകൾക്ക് നിങ്ങളെ ഈ തുടകളുടെ മസിൽസിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പം നമ്മുടെ 5 എക്സസൈസുകൾ ഫിനിഷായി. അവസാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഇതാണ് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യാനായിട്ട് കാലുകൾ ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് നിൽക്കുക.
ഇതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യുക. ഒരു 30 സെക്കൻഡെങ്കിലും കുറഞ്ഞ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഇതേപോലെ കണ്ടില്ലേ? ഇത് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ, നിങ്ങളുടെ ലോവർ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെങ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് നിൽക്കാം. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 മിനിറ്റോളം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പം ഇതോടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഗ് എക്സസൈസ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.